ഒന്നുകൂടെ കറങ്ങിക്കേ. ഇത് ഏതാ ഡ്രസ് അറിയുമോ? കുട്ടൻ കൊച്ചന്റെ കല്യാണത്തിന് നാരായണിക്ക് മേടിച്ച ഡ്രസ്സാ. 10 വർഷം മുന്നേ അല്ലടി. ചെരുപ്പിടാ. കൊച്ചിന്റെ ബാഗ് എടുത്ത് തോളെ വെച്ച് കൊടുത്തേ. അതിനില്ല, അതിനില്ലല്ലോ. മാല ചരത്തില്ലാത്ത കേട്ടോ. മാലയാ. വളയില്ല, മാലയില്ല. ചൊറിയുന്നോ? ഏത് യൂണിഫോമോ? അത് കൊണ്ടോ? ഒരു ഉമ്മ തന്നില്ലല്ലോ അമ്മച്ചിക്ക്. ശാംഭവി, ആ പൂ കളയല്ലേ കേട്ടോ. ഇത് കളയല്ലേ, ഇതൊന്നും കളയല്ലേ. ചൊറിയുടെ ആ സാധനം പറ്റിയതാ. അതെ, ഇതിട്ടാണേ. ഈ പൂവ് പൂ കളഞ്ഞേക്കട്ടെ. എന്നെ ചെയ്യാനാ അവള് ഇത് ചെയ്യല. ഇത് ചൊറിയല്ല. അവിടെ ചെല്ലാദ്യം ജയ തുറക്കുന്ന നാരായണ വിളിച്ചേ. വാടി, അവളെ കൊണ്ട് നീ വിളിച്ചല്ലേ. ആയില്ല. എന്നാ പൊക്കോ, പറ്റൂടെ പൊക്കോ. കിട്ടോ കുടുംബത്തിലെ 10 പേരുമാണ്. തുറക്കടിയാവുന്ന തുറക്ക്. പോകുന്നൊക്കെ നോക്കി ഞാനൊന്ന് ആസ്വദിക്കട്ടെ. എന്നാ കൈ കഴിഞ്ഞിട്ട് പോയാൽ മതി. എനിക്കില്ല. പാല് മേടിച്ചോണ്ട് വരണേ കേട്ടോ. പാല് മേടിക്കണേ. ആ വള്ളി കിട്ടുവാണ് വെക്കാൻ പറ്റുന്ന. സ്കൂളിൽ നിന്ന് ചെരുപ്പിന്റെ വള്ളി എടുത്ത് ബാഗ് ഇടണേ. കേട്ടോ, പൂവൊന്നും പറയിച്ച് കളയാനില്ല, അടി കിട്ടുന്നു. ആരോട്? ഇതാണോ സംസാരിക്കണോ? രാജേട്ടനോടൊന്നും സംസാരിക്കണ്ട, രാജേട്ടനൊക്കെ തീർക്കാം. അടുക്കളയിലാ മതിയോ? ആ ചേച്ചി, ചേച്ചി എവിടെ പോവാ? പോകാൻ ഒരുങ്ങുവാന്ന്, ജോലിയുണ്ട്. അല്ലേ ജയന്താന്ത് ഹായ് ജയന്താ. ഹായ്, ഹലോ, ഞാനാ. അവിടെ രാമി ഇപ്പൊ എഴുന്നേക്കും. സ്കൂളിൽ പോവാണോ? കുഞ്ഞിറക്കനോ? അവൻ പൊൻകുന്നപ്പ. പൊൻകുന്ന അവരുടെ വീട്ടിലാ. സ്ഥലോ ചിറക്കടവ്. ചേച്ചി അവിടെയാ. അനുചേച്ചി അനുചേച്ചി ചിറക്കടവിലാ കുഞ്ഞാവയായിട്ട്. നിന്റെ ബസ് പോകും. ഏത് അച്ഛ? ഏതച്ഛ? മനോജച്ച. ബാടി അടിച്ചോ നീയാ? എടി വാ, ബസ് പോകുന്ന പോണ്ടേ? സ്കൂളിൽ പോകുന്നില്ലേ? അപ്പം
സ്കൂളിൽ പോകുന്നില്ല എന്നാ ഓള് പോയിട്ട് വാ, ഞങ്ങള് പോവോ സ്കൂളിൽ? ബാൻഡ് ആമിയാ ആ ആമീനെ സ്കൂളിൽ കൊണ്ടുപോകണം. മോൻ പോയിട്ട് വാ കേട്ടോ. ആ നല്ല വായി വേണേ. ആ ജയമുണ്ടോ ഇല്ല ഏ ഇല്ല. എന്നാ മറന്നുപോയി. കുറച്ച് മുമ്പ് ചോദിച്ചായിരുന്നു അവിടെ വെച്ച്. അതിന് ജയന്തി ചേച്ചിയോട് സംസാരിച്ചപ്പോൾ മറന്നുപോയി. ഇതാണോ ഉം. മിസ് വരുന്ന പാടി. ബസ് എവിടെയാണ് വേണ്ടി? എന്നാ ഇല്ല. ആരൊക്കെയുള്ള ബസ്സിൽ? ഇല്ല ബസ്സൊന്നും വരുന്നില്ല. ഇല്ല വന്നില്ല. എവിടെയാ നിൽക്കുന്നത്? ഇരിക്കണോ? പിന്നെ നിൽക്കണം. ബസ് വരണ്ടേ? അത് സാരല്ല. ബാഗ് അങ്ങോട്ട് ഇരുന്നോ. അവിടെ ഇരുന്നീ. ബസ് നോക്കട്ടെ. ബാഗ് അവിടെ ഇരുന്നോളും. ആ മതി. അതുകൊണ്ട് ഒരു ബസ് പോകുന്നത് അതിലെ കൂടെ വരും. ആ വാ 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 ഓടിയ. ആ അങ്ങനെ കുഴപ്പമില്ല. അങ്ങനൊന്നുമില്ല. ആ പക്ഷേ സ്പെഷ്യൽ സ്കൂളിലാണ് വിടുന്നത്. കുഞ്ഞുമൂത്ത്. ആ വർത്താനമൊക്കെ പറയും. ആ കുഴപ്പമൊന്നുമില്ല. കുറച്ചിങ്ങനെ അലമ്പുണ്ട്. ആ മാറുമെന്നാണ് തോന്നുന്നത്. ആ ആ അവൾ 10-ലായിരുന്നു.
അരി ഒരു കാര്യം ഇട്ടാൽ മതിയോ? ഭാഗ്യേ ദേവതയാണോ? ഭാഗ്യ അതാ എന്റെ ഭാഗ്യമാണോ നീ? ബാലകൃഷ്ണൻ അല്ലേ? അത് കണ്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടില്ല അത്. 2 മിനിറ്റ് ആയിരുന്നു. എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരും ഉണ്ട്. മനസ്സിലായോ? എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരും ഉണ്ടടി. ബാലകൃഷ്ണൻ ചേർന്ന് എന്നെ മനസ്സിലായി. അത് ഞാനും പറഞ്ഞേ. അങ്ങനെ തോന്നും, കുറച്ച് കഴിയുമ്പം തോന്നിയല്ല. എല്ലാവരുടെയും ഒരു സങ്കല്പം അങ്ങനെ ഉണ്ടാവും. വലിയ വീടൊക്കെ ആണെങ്കിൽ, നല്ല വീടും ഒക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ അവിടെ എല്ലാ പണിയും ചെയ്യുമെന്ന്. വെറുതെയാ. ആദ്യത്തെ ആ ഒരു മൂപ്പ് കാണും, കുറച്ച് കഴിയുമ്പം പഴയ അവസ്ഥയായിരിക്കും. കണ്ണ് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ചൊറിയുന്നുണ്ട്. എന്നാണോ സംഭവം? മുടി കേട്ടോ പോകാൻ കഴിയില്ല, അതാണ്. മറ്റേ ആണോ? അത് പിന്നെ ഒരു വീട് കണ്ടപ്പം ആ വീടിന്റെ ഭംഗി കാണാൻ വേണ്ടി ആൾക്കാരെ തീർന്ന. 12 മണിയായി, മഴയും തുടങ്ങി. ചെറിയൊരു മഴ, ചെറിയൊരു ചാറ്റൽ. തീർന്നു. മഴ വരുന്നത് കണ്ടുകൊണ്ട് ക്യാമറ എടുത്തുകൊണ്ട് വന്നപ്പോൾ മഴ പോയി. അവിടെ നല്ല അരപ്പുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ പെയ്ത് തിമിർത്ത് വരുവാണ്. നോക്കി, നല്ല മഴ കേട്ടോ. അവിടെയൊക്കെ കാണത്ത് പോലും ഇല്ല. അവിടെ ഉണ്ടോ മഴ പെയ്യുന്നുണ്ടോ? അവിടെ 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 എല്ലാം മഴ പെയ്യുന്നു. വീണിതല്ലോ കിടക്കുന്നു കട്ടിലിൽ. കണ്ടോന്നോ? നല്ല മഴ വരുന്നുണ്ട്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല കിടുക്കാച്ചി മഴ. എൻ്റെ അപ്പൻ അതാ ഇഷ്ടം, വെന്ത ചോറ്. എനിക്ക് ഒത്തിരി വേഗം ഇഷ്ടമല്ല ചോറ്. വൈകിട്ട് ശാമ്പവ വരാൻ സമയത്ത് മഴ പെയ്യാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒന്നാമത് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തന്നെ ഒരു വിധത്തില്ല. അപ്പോൾ പിന്നെ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാടായിരിക്കും കുഞ്ഞിന്. ആനയും കുഞ്ഞ് നല്ലൊരു കോട്ട് മേടിക്കണം. നല്ല മഴ, നല്ല മഴയും 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 മഴയും. അങ്ങനെ പെയ്യട്ടെ, പെയ്യട്ടെ, അങ്ങനെ പെയ്യട്ടെ. ചെറിയ ഇടിയൊക്കെ മുഴങ്ങുന്നുണ്ടല്ലോ. മഴ മഴ തുടങ്ങിയല്ലോ. ശാമ്പവീനെ നീളമുണ്ട്, പാടാതിരിക്കും. നല്ല മഴയാണല്ലോടി, നല്ല കട്ട മഴ.
എന്നാ എന്നാ നാരായണിയാ വിഷയം? കൊച്ചു കൊച്ചു കൊച്ചമ്മ നമുക്ക് പോകാൻ നടക്കാൻ കഴിയല്ല. ചെരുപ്പ് മറ്റേട്ടു പോകും. ഈ നെറ്റ് ഇവിടെ ഇട്ടാലേ മഴ പെയ്യുമ്പോൾ എന്തോ പറ്റുമെന്ന് നീ പറഞ്ഞില്ലേ? എന്നാ പറ്റുമോ വാങ്ങേ? പിന്നെ ഇത്ര നേരം മഴയല്ലായിരുന്നോ? കുട ദേ ഇവിടെ ഇരിക്കുന്നു. കറക്റ്റ് സമയം നോക്കണം വണ്ടി വരുന്നത്. ഹായ്, കൊച്ചു വരാനുണ്ട്. ഞാ ഇവിടെ പോവാ. പേരെന്നാ? പറയത്തില്ലേ? പേര് പറയല്ലേ? നാണോ? അതിനാ? ആ നിൽക്കുകയാണെങ്കിൽ ഒരു സാധനം തന്നു വിടാം. ശാമ്പുവിൻ 5 മിനിറ്റ്. അവളെ വിളിക്കാൻ വേണ്ടി വന്നതാ. ഒരാൾക്കൊക്കെ പാടാ. ഓ എന്നാ വിൽക്കാൻ കൊണ്ടുപോകുന്നോ അല്ലേ? ഇല്ല കിട്ടാൻ ഞാൻ എന്നെ വിളിച്ചായിരുന്നു. നീമ്പാ. എന്നെ കൊണ്ടുപോകാം. പിന്നെ ഇപ്പം ശരിയായി തരാം. വണ്ടി പോട്ടെ എന്നാ
അങ്ങോട്ടല്ല ഇങ്ങോട്ട് വാ. പാല് മേടിക്കാനൊക്കെ പോവാ. നിൽക്ക്, വണ്ടി പോട്ടെ. വണ്ടി ഈ വണ്ടി കൂടെ പോട്ടെ. നീ വാ. വീട്ടിലോ സ്കൂളിൽ പോയതാന്ന് പറയടി. സ്കൂളിൽ പോയതല്ലേ? വീട്ടിൽ പോന്നോ നടന്നു പോന്നോ? ഒന്നാ കയറിക്കോ. ഇവിടെ കയറും. എവിടെ കയറും? നാരായണൻ പറയില്ലേ? ഉപ്പോ കയറി. ഞാനങ്ങ് വന്നേക്കാം. ഇത് പിടിച്ചേന്നോ? ഇതും പിടി. അത് ഇട്ടോ നീ. രണ്ട് സൈഡ് വിടാ. രണ്ട് ഇരിക്കുന്നു. രണ്ട് സൈഡ് കേറിക്കോ. നീ ഇത് പിടിച്ചോളൂ. എന്നത് ഇതില്ലല്ലേ? ഇത് ഞാൻ എടുക്കാനോ? എല്ലാം കൂടെ ഞാൻ ചെയ്യണോ? ആ ഞാൻ വരുന്നില്ലല്ലോ. നീയല്ലേ പോണോ? ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഉപ്പോ കയറി നീ. പിടിച്ചോ. ഓഫ് ചെയ്യണ്ട. ഇതൊന്ന് പിടിച്ചോ. അതിനകത്ത് വെക്കാമല്ലോ. ഞാനെങ്ങനെ പിടിക്കും? ഇവിടെ പിടിക്കാം അല്ലേ? അല്ല ചേച്ചി എന്തോ മുണ്ടക്കയത്ത് എത്തുവോ? ആ മുണ്ടക്കയത്ത് ഇപ്പോൾ എത്തുവേ. ഞാൻ ചവിട്ടിയിട്ടില്ല ചേച്ചി. ആ ചേച്ചി പാല് പിടിക്കുന്നില്ല ചേച്ചി. പാലപ്പം മേടിച്ചോളൂ. അടിപൊളിയാണോ? ആ സൂപ്പറാണോ? ആ പേരെന്നാന്ന് പറഞ്ഞേടി? സാമുവല്. പിന്നെ വേറെ എന്നെ കാത്തുവന്നോ സംഗീതെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ കാത്തു. അത് ഞാൻ സാരമില്ല, നീ ചെരുപ്പിടണ്ട. സാരമില്ല. എന്റെ പൊന്നു ഞാൻ തുറക്കണ്ടേ? ഞാൻ പോവാ. ഇവരെ ഞാൻ ഹോസ്റ്റൽ വെച്ച് സാമ്പവയെ നോക്കി നിൽക്കുന്നു. ഏതവള്? എല്ലാം പഠിച്ചില്ലാത്ത മുട്ടി വന്നെന്ന് തോന്നുന്നു. ഉണ്ടായിരിക്കും. നാളെ വരാം. വന്ന പടം അങ്ങനെ കിടക്കുവല്ലേ? ടിവിയും വെച്ച് എന്തുവാടി ഇത്? എന്നെ പോലെ പൂവെല്ലാം പറിച്ചു കളഞ്ഞ്. നിന്നോട് ഞാൻ പോയപ്പോ എന്നാ പറഞ്ഞേ? ആർക്കും കുഴപ്പമില്ല. ഇങ്ങോട്ട് നോക്ക്. ഇന്നെന്താ സ്കൂളിൽ പഠിപ്പിച്ച്? ഇന്നെന്താ സ്കൂളിൽ പഠിപ്പിച്ചേ? കുറേയോ?
ആ കുറേ എന്തുവാ പറഞ്ഞിട്ട് TV വെക്കടോ. ആ നിർത്തിക്കോ, വിളക്ക് എത്തിക്കാൻ പോവല്ലേ. എന്നാ പറഞ്ഞിട്ട് വെച്ചേ. റിമോട്ട് പിടിച്ചേ തരണി. സ്കൂളിൽ എന്നെ പഠിപ്പിച്ചെന്ന് പറഞ്ഞേ, ഞാൻ കേക്കട്ടെ, അമ്മച്ചി കേക്കട്ടെ. ഈ കൊറേ എന്തോ പഠിച്ചേ? സാമൂഹലിനെ പഠിച്ചോ? നീ എന്തിനാ സാമൂഹലിനെ പഠിക്കുന്നേ? ചീ നിർത്തിയേക്ക്. എന്നാന്നറിയോ, വിളക്കെത്തി കറയും. സിസ്റ്റർ എന്ത് പറഞ്ഞു? എന്തോ പറഞ്ഞു? ടീച്ചറിന്റെ സ്കൂളിലൊക്കെ ഞാൻ സ്കൂളില് പോവാൻ പറ്റുമോ? നിന്റെ കൂട്ടുകാരൊക്കെ എന്തേ? അതെ, എനിക്ക് സ്കൂളിലല്ലോ, പിന്നെ ക്ലാസ്സും കൂടുന്നും വേണ്ട. അമ്മ ക്ലാസ്സിന് വിട്ടാൽ എന്ത്? സ്കൂളിൽ എന്താ മോൻ പഠിച്ചതെന്ന് പറ, അമ്മ കേക്കട്ടെടാ. ചോറാണോ പഠിപ്പിച്ചേ? അല്ല, ചോറിന് എന്നായിരുന്നു കറി? ഞാൻ പറയാം എന്താ പഠിച്ചത്. ചോറിന് എന്നാ കറി? ഞാൻ പാടാം. ദൈവമേ ബന്ധനം ഈ പട്ടക്ക എനിക്കില്ലേ. അപ്പൊ സ്കൂളിൽ വിട്ടോനെ ഈ അവൻ അമ്മ സ്കൂളിലൊന്നും ഇല്ല. സ്കൂളില് പോകുമ്പോഴേ ടീച്ചർ പറഞ്ഞില്ലേ നമ്മുടെ സ്കൂളിലാണെന്ന്. നമ്മുടെ സ്കൂളിലെ നമ്മുടെ സ്കൂളിലെ നമ്മുടെ സ്കൂളിലെ 9 പേരന്ന് നമ്പർ കിട്ടിയപ്പോഴ് 2 കിട്ടി. അപ്പോഴേ ആ വണ്ടിയിലും ചേച്ചി കൊടുത്തേക്കുന്നു. എന്നാ പറഞ്ഞു? ഒന്നില്ല, ചിലപ്പോ സ്കൂളിൽ പോവും, ചിലപ്പം തീയും. പിന്നെ ബസ്സിലെ ഫ്രണ്ട്സിന്റെ പേരെന്തുവാ? അറിയത്തില്ല. അനാമിക, സീന. സീനയോ? അനാമിക. അനാമിക ഉണ്ടാവും. ബസ് എന്നോട് അനാമിക മറ്റേ ഇവിടുത്തെ സ്കൂളിലല്ലേ ഉണ്ടായത്? അത് ആന്റി ആയിരിക്കുന്നേ. കൂട്ടുകാരൻ. ഓക്കെ. സ്കൂളിൽ ക്ലാസ്സിൽ കൂട്ടുകാരുടെ പേരെന്നാ? ക്ലാസ്സിൽ ഇരിക്കുന്ന ആരുടെ? ക്ലാസ്സിൽ പോയോ? സാമുവല്. പിന്നെ ആരാ? പിന്നെ സോണിയ. പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. കാത്തു. സോണിയ എന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരിയാ. കാത്തുവിന്റെ പേരെന്നാ? കാത്തു ഉണ്ടായിരുന്നു ഇന്ന്? കാത്തു എന്റെ കൂട്ടുകാരിയാ. കൂട്ടുകാരന്റെ പേരെന്നാ? സാമൂല്, ആൽബിന് എല്ലാം എന്റെ കൂട്ടന്മാരാ. സാമൂല് എവിടെ? എറണാകുളത്ത് പോയെന്ന് കഴിഞ്ഞ ദിവസം പറ. അവര് വന്നില്ല. ആൽബിന് പാലാക്കി പോയി. മതിയാവും. ക്ലാസ് ടീച്ചറിന്റെ പേരെന്നാ? സിസ്റ്ററിന്റെ പേര് കേട്ടില്ല. അത് പറയില്ല എന്ന് ഞാൻ ഓർപ്പ മറന്നു. സിസ്റ്ററിന്റെ പേരറിയില്ല? പഠിപ്പിക്കുന്നേ നിറം എന്നാന്നോ? സിസ്റ്റർ ഇല്ലേ ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇട്ടേ? കണ്ണടച്ച്. അതുകൊണ്ടോ എനിക്കറിയത്തില്ല. ബ്ലൂ കളറ്. നിന്റെ ടീച്ചറിന്റെ പേരെന്നാ? ഹന്ന മരിയ. അമ്മ മറ്റേ എന്താവോ? ജാനിറ്റോ? ജാനിറ്റോ? ടീച്ചറാ. ജാനറ്റ്. പിന്നെ മറ്റേ സമ്മർ ക്യാമ്പ് സ്കൂളിലാ. സമ്മർ ക്യാമ്പ്. അമ്മ എന്റെ ചെരുപ്പിന്റെ പേര് ഷൂ ആണേ. ആണോ? ഊരി വെച്ച് ടീച്ചറെ കണ്ടു. ടീച്ചറിന്റെ അമ്മ വീട്ടിലാ. ടീച്ചർ ഞാൻ ചോണ്ടു. ഞാൻ മതിയാ. ആരാ കൈ കഴിച്ചേ? കൈ ഞാൻ തന്നെ കഴിക്കോ? മിടുക്കിയാട്ടോ. ബാത്റൂമിൽ പോയി ചോറും സാമ്പാറും കപ്പെടുത്ത വെള്ളത്തിൽ നെക്കി കുടിച്ചു. പിന്നെ ഓഡിറ്റോറിയം കണ്ടു. ക്ലാസ്സിനും കണ്ട് പഠിച്ചു കഴിഞ്ഞു. ചാൻസ് കൊടുത്തു. അമ്മ ചാപ്പലിൽ പോയോ? അമ്മ എനിക്ക് മതിയ സാധനങ്ങളൊക്കെ തരുമോ? അവള് ഓർത്തിരിക്കണ്ടായോ? മതിയ സാധനങ്ങളൊക്കെ ആയോ? ഇങ്ങോട്ട് നോക്കിക്കേ. നിന്നോട് ഇതുപോലൊക്കെ ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായോ? നീ ഓർക്കത്തില്ലല്ലോ. ഇതൊക്കെ ചേച്ചാച്ചി ചാവളമ്മയൊക്കെ വരുമ്പോ പറയാനുള്ളത് എന്റെ കൊച്ചിന് അല്ലേ? മധുര സാധനം ഒന്നുമില്ല. അത് എപ്പോഴും അങ്ങനെ കഴിച്ചാൽ ശരിയാത്തില്ല. അത് രാവിലെ
സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം തരാം കേട്ടോ. ഇച്ചിരി കഴിയട്ടെ. ഓക്കെ. കൂടെയോ? ഞാൻ പാലും കൂടെ മേടിക്കാം. പച്ചക്കറി മേടിച്ചേ. പച്ചക്കറി പച്ചക്കറി ബെസ്റ്റ്. ഞാനിങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കുകയായിരുന്നു. വെറുതെ ഇല്ലേ? ചായ കേട്ടോ. എന്നത്തിന് ശരി. എന്താ മണത്തിട്ട് പറ. മണത്തിട്ട് പറയടി. മുള്ളാനി. ഇത് എന്നാ അതിന്റെ പേര്? ബജ്ജി. ബജ്ജി ഇല്ലായിരുന്നു. ഉള്ളിവടയടി. പിന്നെ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ കടയിലോട്ട് കടയിൽ സാധനമൊക്കെ മേടിച്ചു. 1.5 മണിക്കൂറോ? ഞാൻ അങ്ങോട്ട് പോയെന്ന്. ഒന്നര മണിക്കൂറോ? 5 മണിക്കാണോ വരുന്നത്? 1 മണിക്കൂർ. അത് ഞാൻ വരുമ്പോൾ ഇവർക്ക് ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് ചോദിക്കാം. അതിനോടം വരെ കൊണ്ടുപോയിട്ടില്ലേ? നാളെ ഇതുപോലെ ഉണ്ടായത് നല്ലതായിരുന്നു. കുറെ നാൾ കൂടിയാണ് ഇങ്ങോട്ട് രൂപ. നീ എന്നാ എണ്ണ തേപ്പിക്കാണോ കൊച്ചിനെ കുളിപ്പിച്ചേ? കണ്ടോ അതിന്റെ കൊച്ചിന്റെ മുടിയോ കാണാനുണ്ട്. ഒരു ദിവസം എണ്ണ വെച്ചില്ലേ? കൊള്ളാമോ? കടന്ന കാറുമായിരുന്നു. അയ്യോ ഇപ്പൊ എത്തുമെന്നും പറഞ്ഞു. എന്നിട്ടോ ഇടക്കിരുന്നിട്ടായിരിക്കും. ഉച്ച അവിടെ നിന്ന് ടി വി കണ്ടോണ്ടിരിക്കുന്നുണ്ടോ? വെട്ടം വേണ്ട, വെളിച്ചം വേണ്ട, പേടിയില്ല. എവിടെ പോയി? നല്ല മഴ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ, മഴയുള്ളപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു വ്യൂ ആണ്. നല്ല രസമാണ്. ഞാൻ